ഞാൻ എങ്ങനെയാണ് കേക്ക് ഫിനിഷ് ചെയ്യുന്നത്, എന്ത് ടൂൾ ഉപയോഗിച്ചിട്ടാണ് കേക്ക് ഫിനിഷ് ചെയ്യുന്നത് എന്നൊക്കെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും മെസ്സഞ്ചറിലും ഒക്കെ ഒരുപാട് പേര് മെസ്സേജ് ഇട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഇതുവരെ ഒന്ന് ഫിനിഷിംഗ് വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. സ്ക്വയർ കേക്ക് ഫിനിഷിങ്ങിനെ കുറിച്ചാണ് കൂടുതലും ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതല്ല, ഇന്ന് ഞാനൊരു റൗണ്ട് കേക്കിൻ്റെ ഫിനിഷിംഗ് എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും കേക്ക് ഫിനിഷ് ചെയ്തിട്ട് അതിനൊരു ഫോൾഡ് ലൈൻ ഡിസൈൻ കൊടുക്കുന്നത് ഞാൻ എന്ത് ഉപയോഗിച്ചിട്ടാണ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കുറച്ച് അങ്ങ് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്ന ടൂൾസിന് യാതൊരു കാശ് മുടക്കും ഇല്ലാത്തതായിട്ട് ഒരു ഹോസ്പിറ്റൽ ഒ പി കാർഡും പിന്നെ നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീൻ കാർഡിനൊപ്പം ഉള്ളൊരു കാർഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ കേക്ക് ഫിനിഷ് ചെയ്യുന്നത്. നന്നായിട്ട് ചെയ്യാൻ പറ്റാറുണ്ട് കേട്ടോ. ഇതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഒ പി കാർഡിൻ്റെ വഴി വന്ന ഫേസ്ബുക്ക് വഴി വന്ന ഓർഡറിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും ഫേസ്ബുക്ക് വഴി വന്നൊരു ഓർഡർ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ എൻ്റെ 97-2002 കാലഘട്ടം എൻ്റെ ഡിഗ്രി കാലഘട്ടത്തിൽ മുരിക്കാശ്ശേരി പാവനാത്മ കോളേജിലെ എൻ്റെ കോളേജ് മേറ്റ് ആയിരുന്ന ബിജു ആൻ്റണിയാണ് ഈ കേക്കിന് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത്. മെസ്സഞ്ചറിൽ മെസ്സേജ് ഇട്ട് നമ്പർ വാങ്ങിയിട്ടൊക്കെയാണ് കേക്കിന് ഓർഡർ തന്നത്. നമ്പർ വാങ്ങിയപ്പോൾ ഞാൻ കേക്കിനെ കുറിച്ച് എന്തെങ്കിലും അവരുടെ നാട്ടിൽ വാങ്ങുന്നതിൻ്റെ ഫ്ലേവറിനെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഓർഡർ തരാനാണെന്ന് വിചാരിച്ചിരുന്നില്ല. ഏതായാലും മോൻ്റെ ബർത്ത്ഡേക്കുള്ള കേക്കിന് ഓർഡർ തന്നു. വാനിലയായിരുന്നു ഫ്ലേവർ. സിമ്പിൾ ഡിസൈൻ മതി, ഒരു പിങ്ക് കളറിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ എന്തായാലും ഒരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സിമ്പിളായിട്ടൊരു ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫാമിലി ആയിട്ട് വന്ന് കേക്ക് കൊണ്ട് അവർക്ക് എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഡിസൈനൊക്കെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്